എന്താണ്? അപ്പോഴൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ല? ഇപ്പൊ വീഡിയോയിൽ കയറണ്ടോ? ഇല്ല അല്ലേ? വീട്ടിലേക്കൊന്നും പോകണില്ലേ? ഞാൻ വരിച്ച സാധനങ്ങൾ ഇട്ടേക്ക്. ഏകാന്ത കൂടെ ജീവനും കൂടി ആയിട്ട് പോകും. ചുമക്ക് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നോട് വലിക്കരുതെന്ന്. താൻ വലിച്ചു കയറ്റ്. തന്നെ പോലെ വലിക്കുന്നവർക്ക് പറയാൻ 100 കാരണങ്ങളുണ്ടാവും. പക്ഷെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബമാണ് അനുഭവിക്കാൻ പോണത്. മേലിൽ തന്നെ വലിച്ചു ഞാൻ കാണട്ടെ. മനസ്സിലായി സാറേ. വീട്ടിൽ പോകാൻ നോക്ക്. ഞാൻ ഡോക്ടർ ശ്രീഹരി. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ദിവസമാണ്. ഡോക്ടറായി ജോലി തുടങ്ങി ആദ്യ ശമ്പളം മേടിച്ച ദിവസം. നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക? ഞങ്ങള് റിച്ചായ ആളുകൾ കാണുന്ന കളിയാടാ. ഇങ്ങനെ മരിച്ച് കളിച്ച് ജയിച്ചിട്ട് എന്താ കിട്ടണത്? ബെൽറ്റ് കിട്ടും. ബെൽറ്റ് കിട്ടിട്ട് എന്തുട്ട കാര്യം? അതിടാനൊരു പാൻറ്റില്ല, അറ്റ്ലീസ്റ്റ് ഒരു ട്രൗസർ പോലും ഇല്ല. പിന്നെ ബെൽറ്റ് കിട്ടിട്ട് എന്തുട്ട കാര്യം? അത് ശരിയാണല്ലോ. അയ്യേ, ഒരു ട്രൗസർ പോലും വാങ്ങണം ഗതിയില്ലാത്ത കളിയാ ഞാൻ അത്ര കണ്ടോണ്ടിരുന്നത്. ഇത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നല്ല, ഞാൻ നിർത്തി. ഡോക്ടറാ കൊടുത്തു തരാട്ടാ. അതൊന്ന് സെറ്റാക്കിട്ടാ. ഇന്ന് ലീവാണോ? ഈ ക്ലാസ് എടുത്തോണ്ടായ അതിനെന്താട്ടാ? എന്റെ പൊന്നു ചേട്ടാ, അവനിപ്പോ ഇവിടുത്തെ പണിക്കാരനല്ല, ഡോക്ടറല്ലേ? അതിനെന്താ, അവൻ അവിടെ പാത്രം കഴിക്കും നിന്നോനല്ലടാ. അല്ല ബാബേട്ടാ, എന്ത് നിങ്ങളുടെ മകൻ ഡോക്ടറാണല്ലോ പഠിക്കണേ? അവ അങ്ങ് കാനഡല്ലടാ. ഇതുപോലത്തെ ആപ്പ് പരിപാടി ഒന്നല്ലെന്ന്. ചിക്കിലിറക്കിയിട്ടുള്ള പരിപാടിയാ. ചിക്കില് നമ്മുടെ ഉണ്ണിയേട്ടൻ കാനഡയിലല്ലേ? അതെ. എടാ അവര് അടുത്താണ്. ഒറ്റ മിനിറ്റ്. എന്തുട്ടാ ഉണ്ണിയേട്ടൻ? എന്തിട്ടാണ്? സുഖാരിക്കണ്. പിന്നെ ഞാനൊരു കാര്യം വേണ്ടി വിളിച്ചാണ്. നമ്മുടെ സബിനെ കാണാറുണ്ടോ? സബിനല്ല, സബിൻ ബാബു. നമ്മുടെ ബാബേട്ടൻ്റെ മോൻ. അത് ശരി. ഒന്നുമില്ല, വെറുതെ വിളിച്ചാ. ആയിക്കോട്ടെ, ശരിട്ടാ, കാണാം. എന്തിട്ടുണ്ടേ? ഒന്നുമില്ല, ഇപ്പോ കാനഡയില് പുലർച്ചെ 4 മണിയാ സമയം. നമ്മുടെ സബിൻ റെസ്റ്റോറന്റില് പാത്രം കഴുകി കഴിഞ്ഞ് ഇപ്പൊ റൂമിൽ എത്തിയിട്ടുണ്ടാവും ഉണ്ണിയേട്ടൻ പറഞ്ഞു. എന്തുട്ടാ നീ പറയണേ? ഡോക്ടറാവാൻ പഠിക്കാൻ പോയ എന്റെ കുട്ടി അവിടെ റെസ്റ്റോറന്റിൽ പാത്രം കഴുകേ. ചേട്ടൻ പിന്നെ എന്തുട്ടോ വിചാരിച്ചേ? ഈ വിദേശത്ത് പോയി പഠിക്കുന്ന പിള്ളേരൊക്കെ ഹോട്ടലിലെ പാത്രങ്ങൾ കഴുകിയിട്ടും ടോയ്ലറ്റ് കഴുകിയിട്ടും ഒക്കെ തന്നെ പോക്കറ്റ് മണി ഉണ്ടാക്കണേ. പക്ഷെ ബാബേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളോട് പുച്ഛിച്ചില്ലേ? വിദേശത്ത് പോയിട്ട് അവിടെ ബാത്റൂം കഴുകാൻ എന്ത് പണിയെടുത്താലും പുള്ളിക്ക് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പണി ചെയ്തിട്ട് നല്ലൊരു ജോലിയിൽ കയറി കഴിഞ്ഞവർക്ക് പുച്ഛം. ഇതിപ്പോ നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ എന്തുട്ട് ഇവിടെ ഇട്ടുണ്ടെങ്കിൽ വള്ളി ട്രൗസർ, സായിപ്പിന്റെ നാട്ടിലിട്ട ബർമുട. എന്നാലും കാനഡത്തെ പാത്രം നല്ലല്ലോ ഇവിടുത്തെ പാത്രം. ഒരു 10 രൂപ കൊടുക്കാം. 10 രൂപ ഇല്ലേ?
ഇടിക്കണോ ഇങ്ങോട്ട് പോയ ഗുരുവായൂർ ഇങ്ങോട്ട് പോയ പാലക്കാട് കയ്യിൽ പൈസ ഇല്ലെങ്കിലേ തണുത്ത പാലത്തുമ്പോ ചാടി നീന്തിയ പൊക്കണോ ഏതാണിത്? ഷാഫിക്ക ആ ഒരു 10 മണിക്ക എൻ്റെ കോട്ടയല്ലേ എന്നാ അല്ല ഷാഫിക്ക, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കണ്ടല്ലോ, എന്താ സംഭവം? അതെന്താന്ന് ഓനോട് തന്നെ ചോദിച്ചു നോക്കാം ഡാ ഈ എന്തിനാ ഇടക്കിടക്ക് ഇവിടുന്ന് പൈസ മേടിച്ചോണ്ട് പോണ്? 50 ഉറുപ്പ്യ ഇടക്കിടക്ക് മേടിച്ചോണ്ട് പോണ് എന്തിനാ? അതാ ആ എനിക്ക് നല്ലൊരു ചായ കുടിക്കാനാ. ഇറങ്ങി പോടാ അവിടുന്ന്. കാര്യം മേടിച്ചിട്ട് ആളെ കളിയാക്കണം. ഭ്രാന്തൊന്നുമില്ലട്ടാ, പറഞ്ഞ കറക്റ്റാ. ഇതാ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇന്നെന്ത് പരിപാടി വല്ലതും ഉണ്ടാ? ആ അതൊക്കെ ഇന്നിപ്പോ ശമ്പളം കിട്ടിയ ദിവസമല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. അപ്പൊ 10 കിലോമീറ്റർ ഓടിയിട്ടായാലും നല്ല ബിരിയാണി കൊടുക്കുമ്പോ കൊടുക്കാലോ. അതാ ഞങ്ങൾ എടുത്ത് ഇജ്ജ് വരുമ്പോ വരിട്ടാ. ഓ ആയിക്കോട്ടെ, ഓക്കേ, ശരിട്ടാ. ആ ചേട്ടാ, ഭക്ഷണം കഴിച്ചു? വാ, ഇങ്ങോട്ട് വാ. ഭക്ഷണം കഴിച്ചു നോക്കി. വാ, ഇങ്ങോട്ട് ഇരിക്കുക. കഴിച്ചോട്ടോ. കഴിക്കും. മാമനെന്നും ബിരിയാണി കഴിക്കാം? അങ്ങനെയൊന്നുമില്ലടാ, വല്ലപ്പോഴൊക്കെ. നീ കഴിക്കും. മാമൻ എന്താ ജോലി? ഡോക്ടറാ. എന്താ, അനക്ക് ഇഞ്ചക്ഷൻ വേണോ? ഉം. കഴിക്ക്. കഴിച്ചോട്ടോ. ഞാൻ പോട്ടെ. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോനെ? എനിക്കൊരു മരുന്ന് തരുമോ? മരുന്നോ? അതിന് നിനക്കെന്താ അസുഖം? ഈ ബിരിയാണി തിന്നു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ വിശപ്പ് മാറും. പക്ഷെ രാത്രിയാകുമ്പോൾ എനിക്ക് വീണ്ടും വിശക്കും. അപ്പം എനിക്ക് ഭക്ഷണം തരാൻ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് വിശക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് തരും. എന്ത് മരുന്ന് മോനെ നിനക്ക് തരും? കുറേ പൈസ തന്നാലോ? അത് ചിലവാകുന്നവരല്ലേ പറ്റുള്ളൂ.
മോനെ നിന്റെ ഇപ്പോഴത്തെ വിശപ്പ് മാറ്റാൻ അതെന്നെ കൊണ്ട് സാധിക്കും. ഭാവിയിൽ നിന്റെ വിശപ്പ് അത് ഇത് മാറ്റും. ഓക്കെ അല്ലടാ, പോവാം. ഉം. വാ. ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ ടീച്ചറോട് വേണ്ടല്ലോ. ഓക്കെ? ഡോക്ടർ അങ്കിളെ, വിശപ്പിൽ നിന്നും വിജയത്തിലേക്ക് എത്താനുള്ള മരുന്ന് അത് വിദ്യയാണ്. നമുക്ക് നല്ലൊരു നാളെയുടെ മരുന്നാകാം.